നോക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലവിലെ ഭരണകക്ഷിയായ മഹായുതിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്നും മഹാവികാസ് അഘാടി ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റിലെ കോൺഗ്രസ് നടത്തിയ സർവേയിൽ മഹാവികാസ് അഘാടിയുടെ വിജയത്തിന് അനുകൂലമാണെന്ന് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിരുന്നു. എന്നാൽ അടുത്തിടെ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ BJPയുടെ അപ്രതീക്ഷിത വിജയം കോൺഗ്രസിന്റെ വിജയ സാധ്യത കുറയ്ക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അഭ്യൂഹങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മഹാവികാസ് അഘാടി തന്നെ തിരിച്ചു വരുമെന്നും സംസ്ഥാനത്ത് BJPക്ക് അടിതെറ്റുമെന്നും പ്രതിപക്ഷ സഖ്യമായ MVA അഥവാ മഹാവികാസ് അഘാടി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമെന്നുമാണ് ലോക് പോൾ മെഗാ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. നിലവിലെ ഭരണകക്ഷി കൂടിയായ മഹായുതി ആകെ 115 മുതൽ 128 സീറ്റുകൾ വരെ നേടാനാണ് സാധ്യതയെന്നാണ് സർവേ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷ സഖ്യമായി MVA വമ്പൻ മുന്നേറ്റം തന്നെ നടത്തുമെന്നും സീറ്റ് നില സൂചിപ്പിക്കുന്നു. 151 മുതൽ 162 സീറ്റുകൾ വരെയാണ് മഹാവികാസ് അഘാടിക്ക് ലോക് പോൾ പ്രവചിക്കുന്നത്. അതേസമയം നവംബർ 20-ന് ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫലം വരുന്നതാവട്ടെ നവംബർ 23-നായിരിക്കും. ആകെ 288 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. 145 സീറ്റുകൾ നേടുന്നവർക്ക് സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയും. നിലവിൽ BJP, ശിവസേന, ഷിൻഡെ വിഭാഗം, NCP, അജിത് പവാർ വിഭാഗം എന്നിവർ ഒരുമിച്ചുള്ള മഹായുതി സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. മറുവശത്ത് മഹാവികാസ് അഘാടി എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ്, ശിവസേന, UBT, NCP, ശരത് പവാർ എന്നിങ്ങനെയുള്ള കക്ഷികളാണ് ഉൾപ്പെടുന്നത്. ഇരുകൂട്ടരും കാര്യമായ പ്രചാരണം തന്നെയാണ് സംസ്ഥാനത്ത് നടത്തിവരുന്നതും. ഈ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളിൽ 30 സീറ്റുകളും നേടിയത് മഹാവികാസ് അഘാടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 13 സീറ്റുകളും ശിവസേന ഉദ്ധവ് വിഭാഗം 9 സീറ്റുകളും ശരത് പവാറിന്റെ NCP 8 സീറ്റുകളുമാണ് നേടിയത്. എന്നാൽ മറുകക്ഷിയായ മഹായുതി സഖ്യമായ BJPക്ക് 9 സീറ്റുകളും NCP അജിത് പവാർ സഖ്യം 1 സീറ്റുമാണ് നേടിയത്. ലോക്സഭയിലെ വിജയം അസംബ്ലി ഇലക്ഷനെ സ്വാധീനിക്കുമെന്നാണ് സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. മഹായുതിക്ക് കേവലം 5 മുതൽ 14 സീറ്റുകൾ വരെയാണ് സർവേകൾ പ്രവചിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് സർവേ നടത്തിയതെന്നാണ് ലോക് പോൾ വ്യക്തമാക്കുന്നത്. ഇതിനായി ആകെയുള്ള 288 മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും 300 സാമ്പിളുകൾ വീതം ശേഖരിച്ചുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സീറ്റ് നിലയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ വോട്ട് വീതത്തിലും മഹായുതി സഖ്യത്തെ MVA വലിയ വ്യത്യാസത്തിൽ മറികടക്കുമെന്നാണ് സർവേ ഫലം. MVA 43 മുതൽ 46% വരെ വോട്ട് നേടുമെന്നാണ് സർവേ പറയുന്നതെങ്കിൽ മഹായുതിക്ക് ലഭിക്കുക 37 മുതൽ 40% വരെയാണ് വോട്ട്. മറ്റുള്ളവർക്ക് ഇത് 16 മുതൽ 19% വരെ ആയിരിക്കും. 2024-ലെ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് 17% നേടിയത്. ആകെ 62 അസംബ്ലി മണ്ഡലങ്ങളുള്ള വിദർഭ മേഖലയിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരം നിർണായകമാണ്. BJP നേരിട്ട് 47 സ്ഥാനാർത്ഥികളെ ഈ മേഖലയിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ തിരിച്ചടിയേറ്റാൽ മഹായുതി സഖ്യത്തിന് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യത കുറയും. സെപ്റ്റംബർ 20-നും ഒക്ടോബർ 5-നും വാർധയിലും വാഷിമിലും മോദി നടത്തിയ സന്ദർശനങ്ങൾ പരിശോധിക്കുമ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലുകൾക്ക് ഈ മേഖലയുടെ പ്രാധാന്യം വ്യക്തമാണ്. ആ സന്ദർശനങ്ങളിൽ പ്രധാനമന്ത്രി കൃഷി, ടെക്സ്റ്റൈൽ മേഖല, OBC എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേഖലയിലെ 10 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 3 എണ്ണത്തിൽ മാത്രം വിജയിച്ച മഹായുതി ഇവിടെ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. 2019-ലെ അവസാന തെരഞ്ഞെടുപ്പിൽ BJP 26.1%, കോൺഗ്രസ് 16.1%, NCP 16.9%, ശിവസേന 16.6% എന്നിങ്ങനെയാണ് വോട്ടുകൾ നേടിയത്. BJPയും ശിവസേനയും ദേശീയ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചു. അത് ഭൂരിപക്ഷം നേടി. ഒരു പാർട്ടിക്കും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വന്നതോടെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. എന്നിരുന്നാലും ഷെഡ്യൂൾ ചെയ്ത ഫ്ലോർ ടെസ്റ്റിന് ദിവസങ്ങൾക്ക് മുൻപ് ഇരുവരും രാജിവെച്ചു. അതേസമയം അജിത് പവാർ ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. BJPയും NCPയും തമ്മിൽ 5 വർഷം മുൻപ് നടന്ന ചർച്ചകളിൽ ബിസിനസ് ഭീമൻ ഗൗതം അദാനി പങ്കെടുത്തിരുന്നുവെന്ന് വെളിപ്പെടുത്തി. ഈ ചർച്ചകൾ 2019-ലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കുന്നതിനായി നടത്തിയവയാണ്. അജിത് പവാർ പറയുന്നതനുസരിച്ച് യോഗത്തിൽ BJP നേതാവ് അമിത് ഷാ, NCP നേതാവ് ശരത് പവാർ, പ്രഫുൽ പട്ടേൽ, ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരും ഗൗതം അദാനിയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ബിസിനസ് സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതോടെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ചൂടുപിടിച്ചു തുടങ്ങി. ഇതും ചിലപ്പോൾ വോട്ടെടുപ്പിനെ ബാധിക്കുമെന്നും കരുതപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.